Hi everyone, this is ANJ from RKNX. So മക്കളെ കീം 2026 അപ്ലിക്കേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഡോക്യുമെന്റ്സ് ആണ് നേരത്തെ റെഡിയാക്കി വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കീമിന്റെ വെബ്സൈറ്റിൽ നിലവിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. യെസ്, അപ്പോൾ ഇനി അറിയേണ്ടത് പല കുട്ടികൾക്കും സംശയമുണ്ട്, കീം എക്സാം ഞാൻ രജിസ്റ്റർ ചെയ്യണോ? എനിക്ക് MBBS പോകാനാണ് ആഗ്രഹം, അപ്പോൾ ഞാൻ നീറ്റിന് മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ, കീം രജിസ്റ്റർ ചെയ്യേണ്ടല്ലോ എന്ന് ചോദിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. കഴിഞ്ഞ തവണയും ഒരുപാട് കുട്ടികൾക്ക് ഈ അബദ്ധം സംഭവിച്ചതാണ് മക്കളെ. കീമിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവർ കീമിന് അപ്ലൈ ചെയ്തില്ല. അതിനുശേഷം നീറ്റ് എക്സാം ഒക്കെ എഴുതി നല്ല സ്കോറൊക്കെ ലഭിച്ചു, എന്നിട്ട് കീമിന് അപ്ലൈ ചെയ്തില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നത്തിൽ ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു അബദ്ധം പറ്റരുത്. ആരൊക്കെ കീം എക്സാം രജിസ്റ്റർ ചെയ്യണം, ആരൊക്കെ കീം എക്സാം എഴുതണം, ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാണ്. മുഴുവനായിട്ടും കാണുക, എന്നാൽ മാത്രം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി കിട്ടും. റെഡി? ആരൊക്കെ കീം എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യണം അത് തന്നെ ആദ്യം നോക്കാം. യെസ്, എഞ്ചിനീയറിംഗ് ശ്രദ്ധിച്ചു കേട്ടോ. കോഴ്സുകൾ ഏതൊക്കെയാന്ന്? ഒന്ന് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, BPharm, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ആൻഡ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഓണേഴ്സ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഫോറസ്ട്രി, BSc ഫോറസ്ട്രി ആണ്, വെറ്റിനറി ഉണ്ട്, BVSc ഉണ്ട്, BSc ഫിഷറീസ് ഉണ്ട്. സോ ഈ കോഴ്സുകളിലേക്കൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കീമിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, എല്ലാവരും ഈ പറഞ്ഞ എല്ലാ കോഴ്സിനു വേണ്ടിയിട്ടും കേരള എൻട്രൻസ് കമ്മീഷണർ റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേരളത്തിലേക്ക് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുക. അപ്പൊ നിങ്ങൾ എല്ലാത്തിനു വേണ്ടിയിട്ടും എന്ത് രജിസ്റ്റർ ചെയ്യണം? കീം രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന് മുൻപ് മനസ്സിലാക്കോ, കീം രജിസ്റ്റർ ചെയ്യണം. ഇനി ആരൊക്കെ കീം എക്സാം എഴുതണം? ഇതിൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇപ്പൊ എഞ്ചിനീയറിംഗിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി ബ്രാഞ്ചുകളും നിരവധി കോളേജുകളും കേരളത്തിൽ അവൈലബിൾ ആണ്. സോ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കീം എൻട്രൻസ് എഴുതേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിതിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇങ്ങനെ 3 സബ്ജക്റ്റുകളായിരിക്കും ഉള്ളത്. അതേപോലെ തന്നെ BPharm, ഫാർമസി കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതേ പേപ്പറിൻ്റെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും, നിങ്ങൾ മാത്തമാറ്റിക്സ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ 2 പേപ്പറുകൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നാൽ എഞ്ചിനീയറിംഗുകാർക്ക് ഫിസിക്സും ഉണ്ടായിരിക്കും, കെമിസ്ട്രി ഉണ്ടായിരിക്കും, അതേപോലെ മാത്തമാറ്റിക്സും ഉണ്ടായിരിക്കും. ഫാർമസിക്കാർക്ക് കെമിസ്ട്രിയും അതേപോലെ തന്നെ ഫിസിക്സും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി വരുന്ന ആരും തന്നെ ഈ കീം എൻട്രൻസ് എഴുതണ്ട. അതായത് ആർക്കിടെക്ചറിന് നാറ്റ എൻട്രൻസ് ആണ്. ആൻഡ് അതേപോലെ MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നീറ്റ് എക്സാം. അപ്പൊ നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പോയിട്ട് നീറ്റിനും അപ്ലൈ ചെയ്യണം, അവിടെയും ഫീസ് അടയ്ക്കണം. കീമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും, അവിടെയും നമ്മൾ പോയി അപ്ലൈ ചെയ്യണം, അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടയ്ക്കണം. എക്സാം എഴുതുന്നില്ലെങ്കിൽ പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലോ MBBS, BDS, ആയുർവേദമോ സിദ്ധയോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായും കീമിൽ രജിസ്റ്റർ ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ രജിസ്റ്റർ ചെയ്യണം, രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അടയ്ക്കണം, രജിസ്റ്റർ ചെയ്യണം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഒരിക്കലും എക്സാം എഴുതണ്ട. ക്ലിയർ? നിങ്ങൾ എഴുതേണ്ട എക്സാം ഏതാണ്? നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ഇന്ത്യയെ കണ്ടക്ട് ചെയ്യുന്ന നീറ്റ് എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്യുന്നത്? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? മക്കളെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക. 25 ലക്ഷത്തോളം സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 25 ലക്ഷം കുട്ടികളിൽ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് 100 ആയിരിക്കാം, 1000 ആയിരിക്കാം, 1 ലക്ഷം ആയിരിക്കാം, 20 ലക്ഷം ആയിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ 1ാം റാങ്ക് കേരളത്തിൽ ഒരു കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടി, അതേ 1ാം റാങ്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടി, അതേ 1ാം റാങ്ക് തന്നെ കർണാടകത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടി. ഓക്കെ, ഇനി 2ാം റാങ്ക് എടുത്തപ്പോഴത്തേക്ക് ആന്ധ്രയിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടി. ഓക്കെ, 3ാം റാങ്ക്, ഞാൻ ചുമ്മാ പറയാം കേട്ടോ, 3, 4, 5, 10, 100 അങ്ങനെ പല സ്റ്റേറ്റുകളിലെ കുട്ടികൾ കാണും. ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ കുട്ടികളുടെ മാത്രം ലിസ്റ്റ് തയ്യാറാക്കും. ഇപ്പോൾ 1ാം റാങ്ക് കിട്ടിയത് കേരളത്തിലെ കുട്ടിക്കാണെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 1ാമത് ആ കുട്ടിയായിരിക്കും ഉള്ളത്. ഓക്കെ, അതിനുശേഷം കേരളത്തിലെ കുട്ടിക്ക് വന്നിരിക്കുന്നത് 55ാമത്തെ റാങ്കാണ്. കേരളത്തിലെ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 55ാമത്തെ റാങ്കാണ്. സോ ഈ 55 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടിക്കായിരിക്കും കേരള റാങ്ക് 2.
ക്ലിയർ അല്ലേ? ഇനി വന്നിരിക്കുന്നത് 150 150 കേരളത്തിലെ വേറൊരു കുട്ടി, മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 150. ആ 150 ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള കുട്ടിയായിരിക്കും കേരള റാങ്ക് 3. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ കുട്ടിക്ക് റാങ്ക് 1000 ഓൾ ഇന്ത്യ റാങ്ക് ആണ് കേരളത്തിലെ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ആ 1000 ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള കുട്ടി കേരള റാങ്ക് 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. മുഴുവൻ സീറ്റുകളിലേക്കുമല്ല, അവിടെ ഓൾ ഇന്ത്യ കോട്ടയും കേരളയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല. യെസ്, എനിവേ, അപ്പോൾ ഈ കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും 85% സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുക. സോ ഈ കേരള റാങ്കിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണറാണ് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കീമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ MBBS-ഉം BDS-ഉം സിദ്ധയും യുനാനിയും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ വെറ്റിനറി കോഴ്സ് ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ, BSc ഫിഷറീസ് പോലത്തെ കോഴ്സുകളുണ്ട്. അപ്പൊ ഈ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നീറ്റ് വരുന്ന ടൈമിൽ അവിടെയും പോയി രജിസ്റ്റർ ചെയ്ത് ആ എക്സാം എഴുതണം. കീം എക്സാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്യണം, എക്സാം എഴുതേണ്ടതായിട്ടുമുണ്ട്. അതേപോലെ ഫാർമസി കോഴ്സുകൾ ആഗ്രഹിക്കുന്നവരും എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. ബാക്കി ആർക്കിടെക്ചറോ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ആഗ്രഹിക്കുന്ന യാതൊരു കുട്ടികളും കീം രജിസ്റ്റർ ചെയ്യുക. നമുക്കുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റാണ്. നീറ്റിന് വേണ്ടി വളരെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കീമും നീറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പണ്ട് ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ കീം എക്സാം വഴി തന്നെയായിരുന്നു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ നമ്മൾ MBBS-നും BDS-നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കീമിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എൻട്രൻസ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. MBBS-നും അതേപോലെ ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും വേണ്ടിയിട്ട് നീറ്റ് എക്സാം ആണ്, കംപ്ലീറ്റ്ലി നീറ്റ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ നീറ്റിലേക്ക് പോവുക. ഇനി ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് നഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സുകളിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ കീമിൻ്റെ ഡേറ്റ് വരുമ്പോൾ ആ ഡേറ്റിൽ മുന്നായിട്ട് തന്നെ കീമിൽ രജിസ്റ്റർ ചെയ്യുക, ഫീസ് അടയ്ക്കുക. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ കാണും. എഞ്ചിനീയറിംഗ് മാത്രമാണോ, അതോ എഞ്ചിനീയറിംഗ് ഫാർമസി മാത്രമാണോ, മെഡിക്കൽ ഉണ്ടോ, അതൊക്കെ ചൂസ് ചെയ്യാൻ കാണും. ആ ചൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്നൊക്കെ അത് വരുന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എനിവേ, ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴേ കരുതി വെക്കുക മക്കളെ. നീറ്റിന് വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്, കീമിന് വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്, ഒക്കെ നിങ്ങൾ കരുതി വെക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കാണും അല്ലെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് കാണണം, എങ്ങനെയൊക്കെ പഠിക്കാം, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അഡ്മിഷൻ ഫീ, ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്, ഏതൊക്കെ കോളേജുകളിൽ കിട്ടാനാണ് സാധ്യതയുള്ളത്, എവിടെയൊക്കെ റിസർവേഷനും കാര്യങ്ങളും ഉണ്ട്, എക്സാം എങ്ങനെയായിരിക്കും, ഇതുപോലെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനായിട്ട് നമ്മളൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സാറ്റർഡേ ആണ് നമ്മൾ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പാണ്, അതിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും മക്കളെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.